വീഡിയോയുടെ ടൈറ്റിലേക്ക് കണ്ട വളരെ തന്നെ പകുതി മുക്കാൽ ആൾക്കാരും പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ബ്രോ ആ ട്രൂ വയർലെസ് ഇയർഫോൺസ് ഉപയോഗിച്ച് നോക്കൂ ബ്രോ, ഇത് ഉപയോഗിച്ച് നോക്കൂ ബ്രോ, ഇത് ഓവർ പ്രൈസ്ഡ് ആണ് ബ്രോ, ചപ്പ് ചവർന്ന് പറഞ്ഞ കമൻറ്റുകൾ വരും. സോ ഇന്നത്തെ വീഡിയോയിൽ ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോ 24,999 രൂപയ്ക്ക് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന, ഞാൻ ഏകദേശം 6 മാസമായിട്ട് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുന്ന ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ്, ഇത് ആ ഒരു പ്രൈസിന് വെർത്താണോ? ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ ഗുണങ്ങൾ എന്താണ്, ഫീച്ചേഴ്സ് എന്താണ്, പോരായ്മകൾ എന്താണ്, ഇത് ആൻഡ്രോയിഡ് ഫോണുകളുമായിട്ട് വർക്ക് ചെയ്യുമോ? ഇതൊക്കെ പോരാഞ്ഞിട്ട് ഇതേ ഫീച്ചേഴ്സ് ലഭിക്കുന്ന വില കുറഞ്ഞ ട്രൂ വയർലെസ് ഇയർഫോൺസ് ഉണ്ടല്ലോ, പിന്നെ എന്തിന് ഇത് മേടിക്കണം എന്നുള്ളതിൻ്റെ ഉത്തരവ്. ഇതിൻ്റെ കേസ് അത്യാവശ്യം ഡെൻസിറ്റി ഉള്ളൊരു കേസാണ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ പ്രീമിയംനെസ് ഫീൽ ചെയ്യും. പക്ഷേ 6 മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഫുള്ളും സ്ക്രാച്ചുകളാണ്. ഒരച്ചിലും പിഴിച്ചിലും മൊത്തം എല്ലായിടത്തും സ്ക്രാച്ചുകളാണ്. സോ നിങ്ങളിത് മേടിക്കുവാണെങ്കിൽ ഒരു കേസ് ഇതിന് മേടിച്ചിടേണ്ടി വരും, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഴുവനും സ്ക്രാച്ചുകളാവും. പക്ഷേ ബിൽഡ് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ പറഞ്ഞ പോലെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഉണ്ട്. ഇതിൻ്റെ സൈസ് ഏകദേശം പോക്കറ്റിനകത്ത് നമുക്ക് വെച്ചുകൊണ്ട്, പോക്കറ്റിൽ ആ ഒരു ജീൻസിൻ്റെ ചെറിയ പോക്കറ്റില്ലേ അതിനകത്ത് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ഈ ഒരു ലിഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ലിഡ് വൺ ഓഫ് ദ മോസ്റ്റ് പെർഫെക്റ്റ് ലിഡ്സ് ഇൻ ട്രൂ വയർലെസ്. അതായത് നമ്മുടെ ചാനലിൽ ഒരുപാട് ട്രൂ വയർലെസ് ഇയർഫോൺസ് റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നേ വരെയും ഇത്രയും നല്ല ഒരു ഫീല് തരത്തക്കോണമുള്ള ഒരു ലിഡ് ഞാൻ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിലും കണ്ടിട്ടില്ല. കാരണം അത്രത്തോളം വെൽ എഞ്ചിനീയർഡ് ആയിട്ടുള്ള ഒരു ഹിഞ്ചാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ചെറിയ ബട്ടൺ കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. അത് ഫുൾ ചാർജ് ആകുമ്പോൾ പച്ചയാവും. പിന്നെ ഇതിനകത്ത് ചാർജ് എത്ര ഉണ്ട് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് പച്ച, ഓറഞ്ച്, വെള്ള എന്നിങ്ങനെയൊക്കെ മാറി മാറി കത്തും. താഴെ USB Type-C പോർട്ട് അല്ല, ഒരു ലൈറ്റ്നിങ് പോർട്ടാണ്. ബോക്സ് ഇപ്പം എൻ്റെ കയ്യിലില്ല, പക്ഷേ ബോക്സിനകത്ത് ഒരു ലൈറ്റ്നിങ് ടു USB-C കേബിളാണ് കൂടെ വരുന്നത്. കൂടാതെ ബോക്സിനകത്ത് എക്സ്ട്രാ ഇയർ ടിപ്സും ലഭിക്കുന്നുണ്ട്. ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ ഒരു കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ ഐഫോൺ ആണെങ്കിൽ ഒരു ഗ്രാഫിക്കൽ രീതിയിൽ ഇതിനകത്ത് കേസിനകത്ത് എത്ര ബാറ്ററിയാണ്, ഇൻഡിവിജ്വൽ ഇയർബഡ്സിൽ എത്ര ബാറ്ററിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കും. ഇത് അടയ്ക്കുമ്പോൾ തന്നെ ആ ഒരു പാനൽ ക്ലോസ് ആവുകയും ചെയ്യും. എന്നാൽ ആൻഡ്രോയിഡുമായിട്ട് പെയർ ചെയ്യണമെങ്കിൽ ഈ ഒരു ബാക്കിലുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഈ ഫ്രണ്ടിലുള്ള ലൈറ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയതിന് ശേഷം ഫസ്റ്റ് ടൈം നിങ്ങൾ പെയർ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസുമായിട്ട് കണക്റ്റ് ആവും, ക്ലോസ് ചെയ്യുമ്പോൾ ഡിസ്കണക്റ്റ് ആവും. പക്ഷേ ഇൻഡിവിജ്വലി എത്ര ബാറ്ററിയാണുള്ളത് എന്നുള്ളത് ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ കാണിക്കില്ല. ഇനി ഈ ഒരു ഇയർബഡ്സ് ആപ്പിളിൻ്റെ എയർപോഡ്സിൻ്റെ കേസിൽ നിന്നും എടുക്കാനായിട്ടൊരു പ്രത്യേക രീതിയുണ്ട്. നിങ്ങൾ ചുമ്മാ ഇങ്ങനെ പൊക്കിയെടുക്കാൻ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വരില്ല, ഇത് കുടുങ്ങിയിരിക്കാനൊക്കെ തോന്നും. പക്ഷേ നമ്മളിങ്ങനെ കൈ പുറകിലിട്ടിട്ട് ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒന്ന് തള്ളിക്കഴിഞ്ഞാലാണ് ഇത് തുറന്ന് പുറത്തേക്ക് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എർഗണോമിക് എന്ന് പറഞ്ഞാൽ ചെവിയിൽ നമ്മളിങ്ങനെ വെക്കുന്ന സമയത്തുണ്ടല്ലോ, ടോട്ടലി നമുക്ക് ആ ഒരു സാധനം ചെവിയിൽ ഇരിക്കുന്നത് പോലെ അത്ര തോന്നുകയില്ല. ടോട്ടലി കംഫർട്ടബിൾ ആണ്. പ്ലസ് ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു ഇയർ ടിപ്സ് ഉണ്ടല്ലോ, ഇയർ ടിപ്സ് പല ഒരു 2-3 എണ്ണം കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ചെവിക്ക് വേണ്ട രീതിക്കുള്ളത് വെക്കാം. ആൻഡ് ഇയർ ടിപ്സ് പ്ലസ് ഈ ഒരു രീതി ആയതുകൊണ്ട് ചെവിയിൽ നിന്നും ഊരിപ്പോരുന്നൊരു പ്രവണത വരികയില്ല. ഇതിനകത്ത് ആക്ച്വലി 4 മൈക്രോഫോൺസ് ഉണ്ട്. ഈ കാണുന്ന ചെറിയൊരു പാനൽ കണ്ടില്ലേ, അതിനകത്ത് ഒരു ബീം ഫോർമിംഗ് മൈക്രോഫോൺ ആണ്. ബീം ഫോർമിംഗ് മൈക്രോഫോണിൻ്റെ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് മാത്രമേ ഇത് ക്യാപ്ചർ ചെയ്യുള്ളൂ, ചുറ്റുമുള്ളത് ഒന്നും തന്നെ ക്യാപ്ചർ ചെയ്യില്ല. സോ അത് വളരെ നല്ല കാര്യമാണ്. ആൻഡ് രണ്ടാമത്തെ മൈക്രോഫോൺ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്താണ്. അകത്ത് എന്തിനാണ് മൈക്രോഫോൺ കൊടുക്കുന്നത്? നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അതിന് മാത്രമല്ല. ആൻഡ് ഇതിൻ്റെ ഈ ഒരു സിലിണ്ടറിക്കൽ സ്റ്റെമ്മിൻ്റെ സൈഡിൽ ഒരു ഫ്ലാറ്റ് പോർഷൻ വന്നിട്ടുണ്ട്. അത് ടച്ച് കൺട്രോൾസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. അത് ടച്ച് കൺട്രോൾസ് അല്ല. എന്താണെന്ന് ഞാൻ പറയാം. തൊട്ട് താഴെ നിങ്ങൾക്കൊരു മെറ്റാലിക് റിങ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്ലസ് ഈ സൈഡിലായിട്ട് നമ്മുടെ ചെവിയിൽ വെക്കുന്ന ഒരു പോർഷൻ, പ്ലസ് താഴെ നിങ്ങൾക്കൊരു IR സെൻസർ കൊടുത്തിട്ടുണ്ട്. ചെവിക്കകത്ത് വെച്ചിട്ടുണ്ടോ, ചെവിയിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്കൊരു H1 ചിപ്പും കൂടെ ലഭിക്കുന്നുണ്ട്. കമ്മിങ് ടു ദി ഓഡിയോ ക്വാളിറ്റി, ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിനകത്തുള്ള ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് എക്സെപ്ഷണലാണ്. അതായത് ഞാൻ ഇന്നേ വരെ കേട്ടിരിക്കുന്ന ട്രൂ വയർലെസ് ഇയർഫോൺസിൽ വെച്ച് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട്, അതായത് മിഡ്സ്, ട്രെബിൾസ്, ബേസ്, ഇതെല്ലാം എങ്ങനെയാണ് ആ ഒരു പാട്ട് ഉണ്ടാക്കിയവർ കേൾക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതേ രീതിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സൗണ്ട് സിഗ്നേച്ചറാണ് ഇതിനകത്ത്. ആൻഡ് ഇത് പറയാനുള്ള വേറൊരു കാരണം, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ 2 മൈക്രോഫോൺ അല്ലാതെ ഉള്ളിലും ഇതിനകത്ത് മൈക്രോഫോൺ ഉണ്ട് എന്ന്. സോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ ഒരു പാട്ട് ഉള്ളിലുള്ള മൈക്രോഫോണിലേക്ക് തട്ടി, ഉള്ളിലുള്ള മൈക്രോഫോൺ അത് കേട്ടിട്ട് ആ ഒരു പാട്ടിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയുണ്ട് എന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഈ ഒരു ഇയർഫോണിൻ്റെ ട്യൂണിങ് റിയൽ ടൈമിൽ മാറ്റും. അതുകൊണ്ട് നിങ്ങൾ ഏത് പാട്ട് വെച്ചാലും ആ ഒരു പാട്ട് കേൾക്കേണ്ട രീതിക്കായിട്ട് മാറ്റിത്തരും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഈ സൈഡിലുള്ള ഫ്ലാറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് പിഞ്ച് കൺട്രോൾസ് ആണ്, അഥവാ അമർത്തിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ടച്ചുമല്ല, അതേപോലെ ബട്ടനുമല്ല. സോ ഒരു പ്രാവശ്യം അമർത്തുമ്പോൾ പ്ലേ അല്ലെങ്കിൽ പോസ്, 2 പ്രാവശ്യം അമർത്തുമ്പോൾ നെക്സ്റ്റ് ട്രാക്ക്, പ്രീവിയസ് ട്രാക്ക്, 3 പ്രാവശ്യം അമർത്തുമ്പോൾ 2 പ്രാവശ്യം അമർത്തുമ്പോൾ നെക്സ്റ്റ് ട്രാക്ക്, 3 പ്രാവശ്യം അമർത്തുമ്പോൾ പ്രീവിയസ് ട്രാക്കാണ്. ആൻഡ് ഇത് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ANC മോഡിലേക്ക്, നോർമൽ മോഡിലേക്കും ട്രാൻസ്പെറൻസി മോഡ്
മോഡിലേക്കും പോകാൻ പറ്റുന്നത്. യെസ്, ഇതിനകത്ത് പിഞ്ച് വഴി വോളിയം കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഐഫോണുമായിട്ടാണ് നിങ്ങൾ പെയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് ഇത് ചെവിയിൽ വെച്ചിട്ട് സിറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. സോ അത് ലേശം ഒരു ഇൻകൺവീനിയൻസ് ആണ്, കാരണം വോളിയം കൺട്രോൾസും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അടിപൊളിയായനെ. ഇനി അടുത്തത് ANC-യുടെ കാര്യം സംസാരിക്കാം. പല ആൾക്കാരും പറയാറുണ്ട്, ബ്രോ 25,000 രൂപ കൊടുത്ത് ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് മേടിച്ചിട്ട് എന്തോ ഉള്ളൂ, അതിനകത്ത് ANC ഉണ്ട്, ട്രാൻസ്പെറൻസി മോഡ് ഉണ്ട്, ഇതൊക്കെ എത്ര ഇത് മറ്റേത് നോയ്സിൻ്റെ ഒരു ഇയർഫോൺസ് ഉണ്ടല്ലോ, ഏതാണ് നോയ്സ് എയർബഡ്സ് പ്രോയോ അങ്ങനെ പറഞ്ഞിട്ട്, അതിനകത്ത് അതെത്ര 1,700 രൂപയുടെ ഇയർഫോൺസ് ആണ്, അതിനകത്ത് വരെ കിട്ടുന്ന സാധനമാണ് ഈ ഒരു 24,000 രൂപ എടുത്ത് മേടിക്കാൻ നമ്മുടെ ഹഷേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. സ്വാഭാവികമാണ്, വേറൊന്നും കൊണ്ടല്ല അവരിത് ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് അവർ കമൻറ്റ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഇതിൻ്റെ ANC എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഇതിനകത്ത് ANC ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ തട്ടത്തിമറയത്തി പറഞ്ഞ പോലെ ചുറ്റുമുള്ളതൊന്നും കേൾക്കാൻ പറ്റില്ല. അത്രത്തോളം പവർഫുള്ളും അത്രത്തോളം ഡൈനാമിക് ആയിട്ടുള്ളൊരു ANC ആണ്. ANC എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ. സോ നിങ്ങളൊരു തീവണ്ടിയിൽ പോകുകയാണെങ്കിൽ പോലും തീവണ്ടിയുടെ ശബ്ദം ഒരു തുള്ളി പോലും നിങ്ങൾ ഈ ഇയർഫോണിൻ്റെ ANC-യിൽ വെച്ച് കഴിഞ്ഞാൽ കേൾക്കില്ല. മറിച്ച് ട്രാൻസ്പെറൻസി മോഡാണെങ്കിൽ ട്രാൻസ്പെറൻസി മോഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പെറൻസി മോഡാണ്. നോർമലി സാധാരണ ഈ ഒരു ഇയർഫോൺസൊക്കെ ട്രാൻസ്പെറൻസി മോഡ് ഓണാക്കുമ്പോൾ ഹിയറിംഗ് എയ്ഡിൻ്റെ പോലത്തെ ഒരു ഫീൽ വരും, ചെറിയൊരു ഡിലേയും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തന്നെ ചിലപ്പോൾ നമുക്ക് തന്നെ കേൾക്കും, അല്ലെങ്കിൽ പുറത്തുള്ളവർ സംസാരിക്കുമ്പോൾ ലേശം ഒരു ഡിലേ കഴിഞ്ഞിട്ട് കേൾക്കും. പക്ഷേ ഇതിനകത്ത് റിയൽ ടൈമിൽ ട്രാൻസ്പെറൻസി മോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് ട്രാൻസ്പെറൻസി ഓണാക്കി കഴിഞ്ഞാൽ ഇത് ചെവിയിലുള്ള കാര്യം തന്നെ നിങ്ങൾ മറന്നു പോകും. പലപ്പോഴും നിങ്ങളിങ്ങനെ തൊട്ട് നോക്കും ഇത് ഇവിടെ തന്നെ ഉണ്ടോ എന്ന്, കാരണം അറിയില്ല. നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നത് എങ്ങനെയാണോ നമ്മൾ നോർമലി കേൾക്കുന്നത് അതുപോലെ കേൾക്കും. പ്ലസ് നമ്മൾ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കേൾക്കും. ഇനി ഇയർഫോൺസ് ചെവിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് പോസ് ആവും, തിരിച്ച് ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. പക്ഷേ ആ ഒരു ഫീച്ചർ ഐഫോണിൽ പക്കയായിട്ട് വർക്ക് ചെയ്യും, ആൻഡ്രോയിഡിൽ തോന്നുമ്പോഴേ വർക്കാവുള്ളൂ. പിന്നെ അതേപോലെ ഇയർഫോൺസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ജോയിൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അഴുക്ക് പിടിക്കുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. ഇതിനകത്ത് നല്ല രീതിക്ക് അഴുക്ക് പിടിക്കും. ഇതിൻ്റെ ഗ്രില്ലിൻ്റെ അകത്തൊക്കെ അഴുക്ക് കയറി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതൊരു നെഗറ്റീവാണ്. ഇനി അടുത്തത് ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൻ്റെ മെയിൻ പോയിൻറ്റ്, സ്പേഷ്യൽ ഓഡിയോ. എന്താണ് സ്പേഷ്യൽ ഓഡിയോ? സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുന്നത് നോർമലി നമ്മൾ ചെവിയിൽ വെക്കുമ്പോൾ ലെഫ്റ്റ് എന്നും റൈറ്റ് എന്നും കേൾക്കുന്നു, അതിനെ സ്റ്റീരിയോ എന്ന് പറയുന്നു. പക്ഷേ സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുന്നത് ഒരു അൽഗോരിതം വെച്ചിട്ട് നമ്മൾ ആക്ച്വലി ഒരു തിയേറ്ററിനകത്താണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്ന ഒരു സൗണ്ട് എഫക്റ്റ് രീതിക്ക് കിട്ടും. അതായത് ഒരു പ്ലെയിനൊക്കെ പറക്കുന്ന സമയത്ത് ശരിക്കും നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പറക്കുന്ന പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു പരിപാടിയാണ് സ്പേഷ്യൽ ഓഡിയോ. സ്പേഷ്യൽ ഓഡിയോയിൽ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഹെഡ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. അതായത് നോർമലി ഇപ്പം ഞാൻ പറയുവാണ്, നിങ്ങളിങ്ങനെ ചിന്തിക്കുക കേട്ടോ, ഇത് കുറച്ച് കൺസെപ്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ പാടാണ്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നിങ്ങൾ 2 സ്പീക്കർ വെച്ചിട്ടുണ്ട്, ലെഫ്റ്റിലും റൈറ്റിലും സ്പീക്കർ വെച്ചിട്ടുണ്ട്. ആ 2 സ്പീക്കറിൽ നിന്നും പാട്ട് വയ്ക്കുകയാണ്. ഈ പാട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയിൽ കൂടുതൽ പാട്ട് കേൾക്കും, ഈ ചെവിയിൽ കുറവ് പാട്ട് കേൾക്കും. അതേസമയം ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെവിയിൽ കൂടുതൽ കേൾക്കും, ഈ ചെവിയിൽ കുറവ് കേൾക്കും. അപ്പോൾ നമ്മളിങ്ങനെ തിരിയണ അനുസരിച്ച് ഓരോ ചെവിയിലും കേൾക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിയുവാണെങ്കിൽ ഈ സൈഡിൽ ഒച്ച കൂടി വരും, ഈ സൈഡിൽ കുറഞ്ഞു വരും. ഇങ്ങനെ തിരിയുവാണെങ്കിൽ ഇവിടെ കൂടും, ഇവിടെ കുറയും. അതേപോലെ നമ്മൾ ഇങ്ങനെ ആക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഓഡിയോ വ്യത്യാസം വരും. ഇത് സിമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഹെഡ് ട്രാക്കിംഗ് വഴി. ഇത് സിമുലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, കണ്ണടച്ച് നിങ്ങൾ ഹെഡ് ട്രാക്കിംഗ് വെച്ച് ഇതിനകത്ത് പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തിരിയുമ്പോൾ ശരിക്കും അങ്ങനെ തിരിഞ്ഞു പോകും എവിടെയാണ് സ്പീക്കർ എന്ന് നോക്കാനായിട്ട്. കാരണം അത്രത്തോളം പ്രോപ്പറായിട്ട് ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഈ പരിപാടി ഐഫോൺ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മാക്ക് വേണം, അല്ലാണ്ട് സ്പേഷ്യൽ ഓഡിയോ വർക്ക് ചെയ്യില്ല. ആൻഡ്രോയിഡ് ഫോണുകളിൽ സ്പേഷ്യൽ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ടേ പറ്റില്ല. സോ ആൻഡ്രോയിഡ് ഫോണിന് വേണ്ടിയാണ് എയർപോഡ്സ് മേടിക്കുന്നതെങ്കിൽ ആ ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കില്ല. പിന്നെ ഐഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതിനകത്ത് അനൗൺസ് ചെയ്യും ഏത് ആപ്ലിക്കേഷന് നോട്ടിഫിക്കേഷൻ വന്നു, എന്താണ് വന്നിരിക്കുന്നത്, ആരാണ് അയച്ചതെന്നും. പിന്നെ വെയിറ്റ് ചെയ്യും. നമ്മൾ തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാൾക്ക് തിരിച്ച് റിപ്ലൈ വരെയും കൊടുക്കും. സിറിയാണ് അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു സിറി ഫീച്ചർ വേണമെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ മാക്ക് വേണം. ഇനി ഇതിൻ്റെ മൈക്രോഫോൺസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് മൈക്രോഫോൺസ് ആണ് ഇന്നേ വരെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ നോർമലി ട്രൂ വയർലെസ് ഇയർഫോൺസ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പല ട്രൂ വയർലെസ് ഇയർഫോൺസ് വെച്ചിട്ട് കോളൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ വിളിക്കുമ്പോൾ തന്നെ അവർ പറയും നീ ഓഡിയോ ലേശം വ്യത്യാസം ഉണ്ടല്ലോ, നീ പുതിയ ഇയർഫോണിൽ നിന്നാണോ മിണ്ടുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് വെച്ച് ഞാൻ സംസാരിക്കുവാണെങ്കിലുണ്ടല്ലോ ആരും ഒന്നും ചോദിക്കില്ല, ഇയർഫോൺ ആണെന്ന് പോലും അറിയില്ല ആൾക്കാർക്ക്. അത്രത്തോളം ക്ലാരിറ്റി ഉള്ളൊരു മൈക്രോഫോണാണ്. ഒരു ഓഡിയോ സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. സോ ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോൻ്റെ മൈക്രോഫോണിലൂടെയാണ്. ആൻഡ് ഈ ഒരു മൈക്രോഫോൺ ഓഡിയോ നിങ്ങൾക്ക് കേട്ടിട്ട് എങ്ങനെയുണ്ട്? ഈ ഒരു മൈക്രോഫോൺ ഓഡിയോ ഇത് വരുന്നത് ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൽ നിന്നാണ്. ഒരു ബ്ലൂടൂത്ത് ട്രൂ വയർലെസ് ഇയർഫോൺസിൽ നിന്ന് മാക്കിലാണ് റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് കേട്ടിട്ട്? പിന്നെ ജിമ്മിൽ പോകുന്നവർക്ക് ഇതിനകത്ത് IPX4 റേറ്റഡ് ആണ്. ഡസ്റ്റ് റെസിസ്റ്റൻ്റ് അല്ല, വാട്ടർ റെസിസ്റ്റൻസ്, സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ്, സ്പ്ലാഷ് റെസിസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്, സപ്പോസ് ഞാൻ ഈ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസ് ഇതിനകത്തേക്ക് എടുത്ത് വെച്ചു, എന്നിട്ട് ഞാൻ വീട്ടിലെവിടെയോ വെച്ചു, ധൃതിക്ക് ഞാൻ പുറത്തോട്ട് എവിടെയോ ഇറങ്ങിപ്പോയി,
ഇറങ്ങിപ്പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഐഫോണിലൊരു നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്കൊരു എയർപോഡ്സ് ഉണ്ടായി, ആ സാധനം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങൾ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ട് എന്ന്. നിങ്ങൾ എന്തെങ്കിലും എയർപോഡ്സ് ഒക്കെ വീട്ടിൽ മറന്നു വെച്ചിട്ട് ലൊക്കേഷൻ മറന്നു വെച്ച് പോവുകയാണെങ്കിൽ നിങ്ങളെ നോട്ടിഫൈ ചെയ്യും നിങ്ങളിത് മറന്നു വെച്ചിട്ടുണ്ടെന്ന്. അതുമാത്രമല്ല, മറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നോട്ടിഫൈ ചെയ്യുകയും ഫൈൻഡ് മൈ ആപ്ലിക്കേഷനകത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എവിടെയാണ് മറന്നു വെച്ചത് എന്നുള്ളതും. നമ്മൾ പണ്ടൊരു ഗെയിം കളിക്കുമായിരുന്നു, അതായത് കൂട്ടുകാരൊക്കെ ആയിട്ട്, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, കൂട്ടുകാരെല്ലാം ആയിട്ടിരുന്നിട്ട് ഏതെങ്കിലും ഒരു സാധനം എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കും, അതിനുശേഷം എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കണം എന്ന് പറയും. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് അങ്ങനെ പറയും അടുത്താണെന്ന് പറയും. നമ്മൾ വേറെ റൂമിലേക്കൊക്കെ പോകുമ്പോൾ ഇത് ദൂരെയാണെന്ന് പറയും. അങ്ങനെ നമ്മൾ അടുത്ത് വരുമ്പോൾ വളരെ അടുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കും. ഈ സെയിം പരിപാടി ആപ്പിളിൻ്റെ ഒരു ഫൈൻഡ് മൈ ആപ്ലിക്കേഷനകത്തും കാണിക്കും, കൃത്യമായിട്ട് എവിടെയാണ് നിങ്ങളുടെ ട്രൂ വയർലെസ് ഇയർഫോൺസ് വെച്ചത് എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും, മാപ്പിലും കാണിക്കും. അൺഫോർച്ചുനേറ്റ്ലി ഈ പരിപാടിയും ഐഫോണിൻ്റെ കൂടെയും വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ നിങ്ങളുടെ കയ്യിലൊരു മാക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ ഐഫോണിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് മാക്കിനകത്തേക്ക് വന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓഡിയോ മാക്കിനകത്തേക്ക് സ്വിച്ച് ചെയ്ത് ഇയർഫോൺസിൽ കൂടെ കേൾക്കും. പെട്ടെന്ന് നിങ്ങൾക്കൊരു കോൾ വരുവാണ്, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് കേൾക്കാൻ നിങ്ങളുടെ ഐഫോൺ എടുത്ത് കഴിഞ്ഞ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഐഫോണിൽ നിന്ന് ഇയർഫോണിലേക്ക് റൂട്ട് ചെയ്യും, ഇൻ്റലിജൻ്റ് ആയിട്ട് ചെയ്യും. ഈവൻ നോട്ടിഫിക്കേഷൻ പ്രോംപ്റ്റ് വരെയും വരും, അടുത്തുണ്ട് കണക്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ അടുത്തുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, തള്ളിയതൊക്കെ മതി. എത്ര നേരം ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് വെച്ചാൽ, ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോർമൽ ANC ഒന്നുമില്ല, എല്ലാം ട്രാൻസ്പെറൻസി മോഡൊന്നും ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു 1.5 സിനിമയൊക്കെ കണ്ടു തീർക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട്. ഇനി കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസും ഉണ്ടാവും. ഇനി ട്രാൻസ്പെറൻസി മോഡ് അല്ലെങ്കിൽ ANC ഓണാക്കിയിട്ടാണ് നിങ്ങൾ സിനിമയൊക്കെ കാണുന്നതെങ്കിൽ ഒരു 3.5 മണിക്കൂർ മാക്സിമം, 3.5 to 4 മണിക്കൂർ മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒറ്റ സ്ട്രെച്ചിൽ കോൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 2.5 മണിക്കൂറൊക്കെ കോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ചാർജ് ആവും എന്ന് മാത്രമല്ല, ഇത് വയർലെസ്ലിയും ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ജസ്റ്റ് വയർലെസ് ചാർജിങ് പാഡ് മുകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർജ് ആവും. അതുമാത്രമല്ല, മാഗ്സേഫിൻ്റെ സപ്പോർട്ടും ഉണ്ട്, മാഗ്നറ്റ്സും ഉണ്ട്. മാഗ്സേഫ് വയ്ക്കുവാണെങ്കിൽ അതുമേ ഒട്ടിപ്പിടിച്ചും ചാർജ് ആവും. സോ 24,999 രൂപ കൊടുത്ത്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ 20,000 രൂപയ്ക്കും സെയിൽ ടൈമിൽ 16,000 രൂപ 17,000 രൂപയ്ക്കൊക്കെ ഞാൻ ഇത് പോകുന്നത് കണ്ടായിരുന്നു. ആ ഒരു പ്രൈസിന് ഇത് മേടിക്കണം. വേറെയും കുറേ നല്ല ഇയർഫോൺസ് ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഐഫോണാണുള്ളതെങ്കിൽ ഇത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ വേറെ ഏത് ട്രൂ വയർലെസ് ഇയർഫോൺസ് നിങ്ങൾ ഐഫോണിൻ്റെ കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കത് മതിയാവില്ല. ഇതിൻ്റെ തന്നെ നിങ്ങൾ തിരിച്ചു പോരും, മാക്ക് ആയിക്കോട്ടെ ഐഫോൺ ആയിക്കോട്ടെ. ഇനി നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ഫോണാണുള്ളതെങ്കിൽ ചെവിയിൽ വെക്കുമ്പോൾ തനിയെ പ്ലേ ആവുന്നത്, ചെവിയിൽ നിന്നും ഊരുമ്പോൾ തനിയെ പോസ് ആവുന്ന ഫീച്ചർ ലഭിക്കില്ല. ഇത് കളഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കുന്ന ഫൈൻ മൈ ഫീച്ചർ ലഭിക്കില്ല. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ഇയർബഡ്സിലൊക്കെ എത്ര ശതമാനമാണ് ചാർജ് ഉള്ളത് എന്നുള്ളത് കാണിക്കുന്ന ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കില്ല. ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ വിളിക്കാൻ പറ്റില്ല, സിറീനെ മാത്രമേ വിളിക്കാനായിട്ട് പറ്റുള്ളൂ. സ്പേഷ്യൽ ഓഡിയോ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കില്ല. ആൻഡ് ഞാൻ പറഞ്ഞ ഹെഡ് ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഫീച്ചറും ആൻഡ്രോയിഡ് ഫോണിൻ്റെ കൂടെയാണ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ലഭിക്കില്ല. സോ നിങ്ങൾ ഈ വീഡിയോയുടെ ഈ ഭാഗം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കമൻറ്റുകൾ കാണും. എയർപോഡ്സ് ഒക്കെ ഓവർ പ്രൈസ്ഡ് ആണ്, ഇതിലും നല്ല ഇയർഫോൺസ് ലഭിക്കുന്നുണ്ട്, സാംസങ് ഗാലക്സി ലൈവ് ട്രൈ ചെയ്ത് നോക്ക്, അത് ട്രൈ ചെയ്ത് നോക്ക്, OnePlus ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ്റുകൾ ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കമൻറ്റുകളാണ്. കാരണം ഈ ഇയർഫോൺസൊക്കെ ഉപയോഗിക്കുന്നവരെല്ലാവരും ആൻഡ്രോയിഡിൻ്റെ കൂടെയാണല്ലോ പെയർ ചെയ്യുന്നത്. ആൻഡ്രോയിഡിൻ്റെ കൂടെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൗണ്ട് ക്വാളിറ്റി നല്ലതായിരിക്കും എന്നല്ലാണ്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ആ ഒരു പേപ്പറിൽ എഴുതിയേക്കുന്ന ഫീച്ചേഴ്സ് മാത്രം കമ്പയർ ചെയ്യുന്നത്. ANC എന്ന് എഴുതിയിട്ടുണ്ടാവും, എൻ്റെ ഇയർഫോണിലും ANC ഉണ്ടല്ലോ, ട്രാൻസ്പെറൻസി ഉണ്ട്, എൻ്റെയിലും ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ, 2 മൈക്കെന്ന് എഴുതിയിട്ടുണ്ട്, എൻ്റെയിലും മൈക്ക് ഉണ്ടല്ലോ, വയർലെസ് ചാർജിങ് എൻ്റെയിലും വയർലെസ് ചാർജിങ് ഉണ്ടല്ലോ, ഈ പരിപാടിയൊക്കെ എൻ്റെ ഇയർഫോണിലും ഉണ്ട്. എന്നിട്ടാണ് ഞാൻ എയർപോഡ്സ് ഒക്കെ മേടിക്കാൻ പോകുന്നത്. എൻ്റെ 5,000 രൂപയുടെ ഇയർഫോണിലുണ്ട് എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ, ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം ഇതൊരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു കമൻറ്റ് ചെയ്യില്ല. 100%, 110% ഉറപ്പാണ്. സോ പ്രൈം ഡേ സെയിലും അതേപോലെ ബിഗ് ബില്യൺ ഡേയ്സ് ഒക്കെ അടുത്ത മാസങ്ങളിലൊക്കെ വരുന്നുണ്ട്. സോ ഐഫോൺ യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, കണ്ണും പൂട്ടി നിങ്ങളിത് മേടിച്ചു, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം കിട്ടും. ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ ഓഡിയോ ക്വാളിറ്റി കിടുവായിരിക്കും, ട്രാൻസ്പെറൻസി മോഡും ANCയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് വിക്കലും വീങ്ങലും ഒക്കെ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുള്ളൂ. സോ ആ ഒരു പ്രശ്നമുണ്ട്. സോ ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവായിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ. ഈശ്വര.